Welcome to the General Engineering class. Now we discuss Introduction to Digital Communication. Digital communication deals with the transmitting the analog data, either speech, music, etc. in the form of digital data from a source location to a destination location through a communication channel. അതായത് സ്പീച്ച്, നമ്മുടെ സ്പീച്ച് ഞാനിപ്പോൾ സംസാരിക്കുന്നത് അതിനെ മൈക്രോഫോൺ ഉപയോഗിച്ചിട്ട് അതിനെ ഇലക്ട്രിക്കൽ വേവ്സ് ആയിട്ട് ഓഡിയോ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യും. ആ ഓഡിയോ സിഗ്നൽ എല്ലാം അനലോഗ് ഫോമിലാണ് ഉണ്ടാവുക. ഈ അനലോഗ് ഫോമിൽ ഉണ്ടാകുന്ന ഓഡിയോ സിഗ്നലിനെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്ത് ചെയ്ത സിഗ്നലിനെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചാനൽ വഴി ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഡിജിറ്റൽ സിഗ്നലിനെ വീണ്ടും നമ്മുടെ ഓഡിയോ സിഗ്നലായിട്ട് മാറ്റണം? അനലോഗ് സിഗ്നലായിട്ട് മാറ്റണം. അനലോഗ് സിഗ്നല് നമ്മുടെ സ്പീക്കറിലേക്ക് കൊടുത്താൽ സ്പീക്കർ അത് സൗണ്ട് സിഗ്നലാക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഈ അനലോഗ് സിഗ്നലാണ് നമ്മുടെ സ്പീച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മ്യൂസിക് എല്ലാം അനലോഗ് സിഗ്നലാണ്. ഈ അനലോഗ് സിഗ്നലിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിജിറ്റൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ ആദ്യം അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലായി മാറ്റുകയും അതിനെ കമ്മ്യൂണിക്കേഷൻ ചാനൽ വഴി കടത്തിവിട്ട് എവിടെയാണോ അത് എത്തേണ്ടത് ആ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ ഇത് സ്വീകരിക്കുകയും ഡെസ്റ്റിനേഷൻ പോയിന്റിൽ വെച്ച് ഡിജിറ്റൽ സിഗ്നലിനെ വീണ്ടും അനലോഗ് സിഗ്നലിൽ കൺവേർട്ട് ചെയ്ത് അനലോഗ് സിഗ്നലിനെ വീണ്ടും സൗണ്ടായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സ് തന്നെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻസിൽ വേണം. ഇപ്പൊ നോക്കാം, ഒരു ബ്ലോക്ക് ഡയഗ്രാമുണ്ട്. ഇവിടെ ഇത് ഇൻഫർമേഷൻ സോഴ്സ് ആണ്. ഇൻഫർമേഷൻ സോഴ്സ് either മൈക്രോഫോൺ എനി ഡിവൈസ് ഇൻഫർമേഷൻ സോഴ്സ് ആണ്. ഈ സോഴ്സിൽ നിന്നുകൊണ്ട് കിട്ടുന്ന ഇൻഫർമേഷനെ അനലോഗ് ടു ഡിജിറ്റൽ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അനലോഗ് ഫോമാണ് ഇവിടെ കിട്ടുക. അനലോഗ് ഫോമിനെ എന്ത് ചെയ്യണം? ടു ഡിജിറ്റൽ ഫോമിലേക്ക് മാറ്റണം. ആ ഡിജിറ്റൽ ഫോമിലായി കഴിഞ്ഞാൽ ആ സിഗ്നലിനെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചാനൽ വീണ്ടും ഡെസ്റ്റിനേഷൻ എവിടെയാണോ ആ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ വിടും. അപ്പൊ അത് ഇവിടെ വീണ്ടും ഡിജിറ്റൽ ടു അനലോഗ് ആക്കണം. അവിടുന്ന് വീണ്ടും എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇൻഫർമേഷൻ റിസീവർ എവിടെയാണോ ഇൻഫർമേഷൻ വരുന്നത് അവിടെ ഇൻഫർമേഷൻ റിസീവർ. ഇതാണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രം. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രമാണ്. ഇവിടെ നമ്മുടെ ഇൻഫർമേഷൻ ഒന്നുകിൽ സൗണ്ട് ആവാം, സ്പീച്ച് ആവാം, മ്യൂസിക് ആവാം, എന്താണോ വീഡിയോ ആവാം, ഏതാണോ നമ്മുടെ ഇൻഫർമേഷൻ ആ സോഴ്സിൽ നിന്നുള്ള ഇൻഫർമേഷൻ എന്ത് ചെയ്യും? ഫസ്റ്റ് അനലോഗ് സിഗ്നൽ ആയിരിക്കും. ഇൻഫർമേഷൻ അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാവും. അതിനെ പറയാ ADC എന്ന് പറയാം, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ. ഉപയോഗിച്ചിട്ട് അതിന് ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റും. ആ ഡിജിറ്റൽ സിഗ്നലിനെ കമ്മ്യൂണിക്കേഷൻ ചാനലിലേക്ക് കൊടുക്കും. കമ്മ്യൂണിക്കേഷൻ ചാനലില് അത് എവിടെയാണ് കടന്നുപോയി വീണ്ടും നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് എത്തും. ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഡിജിറ്റൽ സിഗ്നലിനെ വീണ്ടും അനലോഗ് സിഗ്നലാക്കി മാറ്റണം. അതിനെ DAC എന്നാ പറയാം, ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ആണ്. ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ഉപയോഗിച്ച് അതിനെ വീണ്ടും അനലോഗ് ആക്കിയിട്ട് മാറ്റും. വീഡിയോ ആണെങ്കിൽ വീഡിയോ എന്ത് ചെയ്യണം?
നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. ഓഡിയോ ആണെങ്കിൽ നമുക്ക് സ്പീക്കർ ഉപയോഗിച്ചിട്ട് കേൾക്കണം. ഇത്തരം റിസീവറിലുള്ള ഇത്രയും വാട്ടിലേക്ക് അതിന് അനലോഗ് സിഗ്നലായിട്ട് തന്നെ എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കണം. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഇവിടെ ഇതാണ് എന്ത് കമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, evolution of mobile communication. Evolution of mobile from the early analog mobile generation, that is 1G, to the last implemented 4th generation 4G, the paradigm has changed. നമുക്കറിയാം ആദ്യകാലങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ ലാൻഡ് ഫോണിൽ നിന്നുള്ള റേഡിയോ റിസീവർ ഉപയോഗിച്ചിട്ട് ആളുകൾ പുറത്തോട്ടൊക്കെ നടക്കുന്ന ഫോണൊക്കെ ആയിട്ട് ഉപയോഗിച്ച് നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം അത് 1G ഫോമിലേക്ക് വന്നു. അതായത് അനലോഗ് കമ്മ്യൂണിക്കേഷന്റെ സിസ്റ്റത്തിലേക്ക് വന്നു. അനലോഗ് സിസ്റ്റത്തിലേക്ക് വന്നു. അതാണ് 1G എന്ന് പറയുന്നത്. ഫസ്റ്റ് അനലോഗിൽ നിന്നും ഇപ്പോഴത്തെ 4G 5Gയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 4G സിസ്റ്റത്തിലേക്ക് എത്തുന്നവരെ ഒരുപാട് അതിന്റെ മാതൃകകൾ മാറ്റം വന്നിട്ട് ഒരുപാട് മാറിയിട്ടുണ്ട്. The G in wireless networks refers to the generation of the underlying wireless network technology. അതായത് 1G 2G 3G എന്നൊക്കെ പറയുന്നതിലെ 1G 2G 3G എന്നൊക്കെ പറയും, 4G എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ഇതിലെല്ലാം ഈ G റെപ്രസെന്റ് ചെയ്യുന്നത് ജനറേഷൻ. അപ്പൊ ടെക്നോളജിയിൽ വന്ന വയർലെസ് നെറ്റ്വർക്ക് ടെക്നോളജിയിൽ വന്ന മാറ്റങ്ങളാണ് നമ്മുടെ ഓരോ ജനറേഷനിലും റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ ജനറേഷനിലും എന്തെല്ലാം മാറ്റങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് ജനറേഷൻ. എന്താണ് ഫസ്റ്റ് ജനറേഷനിൽ? നേരത്തെ പറഞ്ഞു, ഈസ് അനലോഗ് സിസ്റ്റം ആയിരുന്നു. ഫസ്റ്റ് ജനറേഷൻ നെറ്റ്വർക്കില് അനലോഗ് സിസ്റ്റം ആയിരുന്നു ഫസ്റ്റ് ജനറേഷൻ. 1G networks are considered to be the first analog cellular systems which started early 1980s. ഫസ്റ്റ് ജനറേഷൻ മൊബൈൽ സിസ്റ്റം പറയുന്നത് 1980 കാലഘട്ടങ്ങളിൽ അനലോഗ് ഡാറ്റ ഉപയോഗിച്ചിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഒരു സിസ്റ്റമായിരുന്നു ഫസ്റ്റ് ജനറേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന പ്രോട്ടോകോൾ എന്ന് പറയുന്നത് NMT, CNS, AMPS, TACS എന്ന് പറയുന്ന വിവിധ പ്രോട്ടോകോളുകളായിരുന്നു അന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. There were radio telephone systems ever before that. അതിനു മുൻപ് കാലഘട്ടത്തിൽ റേഡിയോ ടെലിഫോൺ സിസ്റ്റം ആയിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ റേഡിയോ ടെലിഫോൺ സിസ്റ്റം ആയിരുന്നു, മൊബൈൽ ഫോൺ സിസ്റ്റം ഇല്ലായിരുന്നു. 1G networks were conceived and designed purely for voice calls with almost no consideration of data services. നമുക്കറിയാം 1Gയില് ഡാറ്റ സർവീസ് ഇല്ലായിരുന്നു. ഇപ്പൊ നമ്മള് ഡാറ്റ സർവീസ് ഉപയോഗിച്ചിട്ടാണ് വീഡിയോകളും യൂട്യൂബ് എല്ലാം നമ്മള് ഉപയോഗിക്കുന്നത്. ആ ഫസ്റ്റ് ജനറേഷൻ മൊബൈൽ ഫോൺ സിസ്റ്റത്തില് എന്തില്ലായിരുന്നു? ഡാറ്റ സർവീസ് ഇല്ലായിരുന്നു. ഉള്ളി വോയിസ് കോൾ മാത്രമേ ഉള്ളൂ. വിളിക്കാം, സംസാരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് വാട്സപ്പും അതുപോലെ ഫേസ്ബുക്കും ഒക്കെ നോക്കാൻ ഫോണിലൂടെ ഡാറ്റകൾ ഉപയോഗിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടർ ആണെങ്കിൽ ഉള്ളി ഓഡിയോ സിഗ്നലിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനേ കഴിയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് 2G സെക്കൻഡ് ജനറേഷൻ നെറ്റ്വർക്ക്സ്. 2G നെറ്റ്വർക്ക്സ് അതായത് GSM, CDMA 1D, AMPS are the first digital cellular systems launched in early 1990. ഇത് 1990 കാലഘട്ടങ്ങളിലാണ് ഏത് ഫസ്റ്റ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ആദ്യത്തെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞത് 1G എന്ന് പറയുന്നത് അനലോഗ് സിസ്റ്റം ആയിരുന്നു. ഇവിടെ
ഡിജിറ്റൽ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തു 2G. അതാണ് 2G എന്ന് പറയുന്നത്. 1990 കാലഘട്ടങ്ങളിലെ ഫസ്റ്റ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തു. അതിനെ നമ്മൾ സെക്കൻഡ് ജനറേഷൻ കാലഘട്ടം എന്ന് പറയുന്നത്. ഇതിലെന്തൊക്കെയാണ് പ്രത്യേകത? ഓഫറിംഗ് ഇംപ്രൂവ്ഡ് സൗണ്ട് ക്വാളിറ്റി. നല്ല സൗണ്ട്. ആദ്യത്തെ കാലഘട്ടത്തിൽ 1Gയിലൊക്കെ മുറിഞ്ഞുള്ള സൗണ്ടുകളൊക്കെ ആയിരുന്നു. അവിടെ സംസാരിച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടൊക്കെ ഇവിടെ കേൾക്കുള്ള. ഇതിലെന്തൊക്കെ മാറ്റം വന്നു? ഓഫറിംഗ് ഇംപ്രൂവ്ഡ് സൗണ്ട് ക്വാളിറ്റി, ബെറ്റർ സെക്യൂരിറ്റി ആൻഡ് ഹയർ ടോട്ടൽ കപ്പാസിറ്റി. അതായത് കൂടുതൽ ഫോൺ കണക്ഷനും അതുപോലെ തന്നെ കൂടുതൽ സൗണ്ട് ക്ലാരിറ്റിയും എല്ലാം 2Gയിലേക്ക്. അതായത് ഡിജിറ്റൽ സിസ്റ്റം, ഫസ്റ്റ് ഡിജിറ്റൽ സിസ്റ്റമാണ് സെക്കൻഡ് ജനറേഷൻ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഒന്ന് GSM ആയിരുന്നു, ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. GSM അത് കേട്ടിട്ടുണ്ടാവും. GSM എന്ന് പറയുന്നത് GSM. അതുപോലെ തന്നെ CDMA1, CDMA കോഡ് ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് എന്ന് പറയുന്ന സിസ്റ്റം. ഇതെല്ലാം ഉപയോഗിച്ചിട്ടും രണ്ടും ഒരേപോലെ തന്നെ സെക്കൻഡ് ജനറേഷനിൽ ഇത് ഏതും ഉപയോഗിക്കുന്ന രീതിയിലായിരുന്നു അന്നത്തെ 2G പ്രോട്ടോകോള് എന്ന് പറയുന്നത്. ഡയലപ്പ് ഡാറ്റ കാൾസ് നമുക്ക് അനുവദിച്ചൊരു കാലഘട്ടമാണ് സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത്. ഡിജിറ്റൽ ഉപയോഗിച്ചിട്ട് ഡയലപ്പ്, അതായത് ഡയൽ ചെയ്ത് വിളിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം വന്നത് സെക്കൻഡ് ജനറേഷനിൽ. നെക്സ്റ്റ് 2.5G. 3Gയുടെ ഇടയ്ക്കായിട്ട്, 2Gയുടെയും 3Gയുടെയും ഇടയ്ക്കായിട്ട് 2.5 ജനറേഷൻ, അങ്ങനെ ഒരു ചെറിയൊരു ജനറേഷൻ്റെ അടിക്കുന്നു. ഇതിൽ കാര്യമായിട്ട് ചെറിയ മാറ്റങ്ങൾ വരുത്തുകയാണ് 2.5 ജനറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്ത് സംഭവിച്ചു? 2.5G networks are the enhanced version of 2G networks with theoretical data rates up to about 144 kilobit per second. ഇവിടെ കുറച്ച് സ്പീഡ് കൂടി 2G നെറ്റ്വർക്സിൽ. 2G നെറ്റ്വർക്ക് തന്നെയായിരുന്നു, അതിന്റെ കുറച്ച് സ്പീഡ് കൂടിയിട്ട് എത്രയാക്കി? 144 kilobit per second സ്പീഡാക്കി വർദ്ധിച്ചു. അപ്പൊ സ്പീഡ് കുറച്ച് കൂടിയപ്പോൾ നമുക്ക് ഉപയോഗം സൗകര്യപ്രദമാവും. ഓക്കെ, ഇവിടെ GPRS സിസ്റ്റം വന്നു. പ്രോട്ടോകോളില് GPRS സിസ്റ്റം വന്നു. അതായത് GPRS എന്ന് പറയുന്നത് ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസ്. അതൊരു മൊബൈൽ ഡാറ്റ സ്റ്റാൻഡേർഡ് ആണ് GPRS എന്ന് പറയുന്നത്. ഇവിടെ 2.5Gയില് GPRS ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ CDMA 2001X എന്ന് പറയുന്ന ഒരു സംവിധാനം. ഇവിടെ CDMAയുടെ കുറച്ചുകൂടിയും ഇവിടെ 1 ആണ് ഉപയോഗിച്ചത്. ഇവിടെ CDMA 2001X എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ മാറി. അപ്പൊ അങ്ങനെ ടെക്നോളജി അഡ്വാൻസ് ആയി വരുന്നതനുസരിച്ച് നമ്മുടെ ജനറേഷൻ 3G നെറ്റ്വർക്ക്സ്. 3G networks. Third generation mobile communication networks. 3G networks are newer cellular networks that have data rates of 384 kilobit per second and more. ഇവിടെ ഡാറ്റ സ്പീഡ് 384 കിലോബിറ്റ് പെർ സെക്കൻഡ് ആയിട്ട് വർദ്ധിച്ചു. നേരത്തെ പറഞ്ഞതിന്റെ ഒരുപാട് വർധന വന്നു. ഓക്കെ, 3G നെറ്റ്വർക്കിൽ ഡാറ്റ സ്പീഡ് എന്ന് പറയുന്നത്, അതിന്റെ ഡാറ്റ റേറ്റ് എന്ന് പറയുന്നത് 384 കിലോബിറ്റ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 384 കിലോബിറ്റ് വരെ എന്ത് സിഗ്നൽ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സ്പീഡായി വർദ്ധിച്ചു. 3G നെറ്റ്വർക്സിൽ ഉപയോഗിച്ചിരുന്ന ജനറേഷൻ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഒരുപാട് അഡ്വാൻസ്ഡ് ഫോമിലേക്ക് മാറി. അവിടെ തന്നെ മൈക്രോസോഫ്റ്റിന്റെ എഡ്ജ് ഒക്കെ ഇന്റർനെറ്റ് ബ്രൗസറായിട്ട് ഉപയോഗിച്ചു. അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ എന്തിൽ വന്നു? 3G നെറ്റ്വർക്ക് സിസ്റ്റത്തിൽ വന്നു. നെക്സ്റ്റ് 4G നെറ്റ്വർക്ക്സ്.
4G technology refers to the fourth generation of mobile phone communication standards. 4G technology refers to the fourth generation of mobile phone communication standards. LTE and WiMAX are marketed as part of this generation, even though they fall short of the actual standard. ഈ 4G നെറ്റ്വർക്ക് സിസ്റ്റം ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റം പറയുന്നത് 4G നെറ്റ്വർക്ക് സിസ്റ്റം ആണ്. അവിടെ LTE അതുപോലെ തന്നെ WiMAX ഇത്തരം സ്റ്റാൻഡേർഡുകളാണ് 4G നെറ്റ്വർക്ക് സിസ്റ്റത്തിൽ വെച്ചുകൊണ്ടിരുന്നത്. ലോങ് ടേം ഇവല്യൂഷൻ എന്നാണ് LTE എന്ന് പറയുന്നത്, ലോങ് ടേം ഇവല്യൂഷൻ. അതുപോലെ WiMAX എന്ന് പറയുന്നത് വയർലെസ് ബ്രോഡ്ബാൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഇതെല്ലാമാണ് 4G നെറ്റ്വർക്ക് സിസ്റ്റത്തിൽ. ഇത് നമുക്കറിയാം, ഇതില് നമ്മുടെ ഡാറ്റകള് നന്നായിട്ട് ഹൈ സ്പീഡ് ഡാറ്റകൾ കൈമാറാനുള്ള കഴിവുണ്ട് ഇതില് 4G നെറ്റ്വർക്ക് സിസ്റ്റത്തിൽ. അതുപോലെ തന്നെ LTE WiMAX എന്ന് പറയുന്ന പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ജിയോയുടെ ഒക്കെ ഫോണില് ഒരു VoLTE എന്ന് പറയുന്നത് ഇത് പുതിയ ടെക്നോളജിയാണ്. VoLTE എന്ന് പറയുന്നത് വോയിസ് ഓവർ ലോങ് ടേം ഇവല്യൂഷൻ എന്ന് പറയും. വോയിസ് ഓവർ ലോങ് ടേം ഇവല്യൂഷൻ ആണ് VoLTE എന്ന് പറയുന്നത്. VoLTE എന്ന് പറയുന്നത് LTEയുടെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഫോമാണ് VoLTE എന്ന് പറയുന്നത്. ഈ VoLTE സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്. VoLTE സിസ്റ്റത്തില് അതുപോലെ തന്നെ LTE WiMAX ഈ സിസ്റ്റത്തിലെല്ലാം ഇപ്പോൾ 4G സ്റ്റാൻഡേർഡുകൾ ഉപയോഗിച്ചിട്ട് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. ആണ് 4th ജനറേഷൻ നെറ്റ്വർക്ക്. ഓക്കെ, ഇനി 5th ജനറേഷൻ വരുന്നുണ്ട്. ജനറേഷനെ കുറിച്ച് വന്നതിന് ശേഷം കൂടുതലായിട്ട് പഠിക്കാം. നമ്മുടെ 4th ജനറേഷനിലെ നിങ്ങളുടെ അവസാനിക്കുന്നു. ഓക്കെ.